നിങ്ങൾക്ക് രസകരമായൊരു കഥ കേൾക്കണോ? സ്വർണത്തെക്കുറിച്ചുള്ള ഒരു കഥ. പണ്ട് ഹെക്കഡോയിലെ പുഴകളിൽ കപ്പലണ്ടി വലിപ്പമുള്ള സ്വർണ്ണക്കട്ടികൾ ധാരാളമായി കിട്ടുമായിരുന്നു. സ്വർണം വാരുന്ന കാലം. ജപ്പാൻകാരുടെ പീഡനവും ഭൂമി തട്ടിയെടുക്കലും നേരിടാൻ ഒരു സൈന്യത്തെ ഉണ്ടാക്കാൻ അയനുകൾ രഹസ്യമായി നിധി സ്വരൂപിക്കുകയായിരുന്നു. പക്ഷേ ആ പാവം അയനുകളെല്ലാം കൊന്നൊടുക്കി ഒരുത്തൻ അത് മോഷ്ടിച്ചു. മോഷണം പോയത് ഏതാണ്ട് 200 കാൻ സ്വർണമാണ്. സ്വർണം എവിടെയോ ഒളിപ്പിച്ച ശേഷം അവൻ പിടിയിലായി. അത് നരകം പോലെ ഒരു ജയിലായിരുന്നു. എത്ര ഉപദ്രവിച്ചിട്ടും സ്വർണം എവിടെയാണെന്ന് അവൻ പറയുന്നില്ല. പക്ഷേ സ്വർണം ഒളിപ്പിച്ച സ്ഥലത്തിൻ്റെ ഭൂപടം അവൻ തടവുപുള്ളികളുടെ ദേഹത്ത് പച്ചകുത്തുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നവർക്ക് സ്വർണത്തിൻ്റെ പകുതി തരാം എന്ന് വാഗ്ദാനം നൽകുന്നു. രക്ഷപ്പെട്ട ആ തടവുകാർക്കും സ്വർണത്തിനും പിന്നെ എന്ത് സംഭവിച്ചു? ഈ സ്വർണത്തിനു പിന്നാലെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, സുഗിമോട്ടോ. മരണമില്ലാത്ത സുഗിമോട്ടോ. മാരകമായ മുറിവേറ്റാലും പിറ്റേന്ന് തന്നെ എഴുന്നേറ്റ് വരുന്നവൻ, ഈ കഥയിലെ നായകൻ. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.